അതുപോലെ തന്നെ ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയി. ഗ്യാസ് കഴിഞ്ഞിട്ട് നമ്മൾ 2 ദിവസമായി കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഗ്യാസ് ഏജൻസിയിൽ ചെന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ഗോഡൗണിൽ പോയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാര്യം, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഗോഡൗണിൽ പോയിട്ട് നമുക്ക് ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന്. മുന്നേക്ക് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഒരു 3-4-5 ദിവസം അല്ല 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ അറിയാത്തതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. പാൽ കുടിച്ചുകൊണ്ടാണെന്നാ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എണീറ്റു. അപ്പം നമ്മൾ കുറേ ദിവസമായി, ഏകദേശം 1 month അടുപ്പിച്ചായി നല്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം ഇന്ന് തൊട്ടിട്ട് വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സിറ്റുവേഷൻ പോലെ കേട്ടോ. എല്ലാം കറക്റ്റായിട്ടൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ തട്ടിമുട്ടിയൊക്കെ പോകും. കാര്യം എന്താ, സമയമില്ല. പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഗോകു ഭയങ്കര ജാടയാണിപ്പോൾ. എന്ത് ചെയ്യാം, ഇതാ മെയിൻ റീസൺ അതാണ്. ഗോകുലിനോട് വീഡിയോ ചെയ്യാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗോകു വരില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? കാശിക്കുട്ടൻ അപ്പം ഉറങ്ങാൻ കിടന്നാണ് കേട്ടോ. രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയാണ്. ഗ്യാസ് കഴിഞ്ഞു വീട്ടിൽ. അങ്ങനെ ഗ്യാസ് എടുക്കാൻ ഇറങ്ങിയാണ്. ഗ്യാസ് എടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാര്യമില്ല. എന്നാലും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നോ ഞങ്ങളുടെ ഒരു ഡേ എന്നോ ഒക്കെ പറയാം. നമ്മുടെ വീടിനടുത്ത് പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് സന്തോഷവും വിശേഷമൊക്കെ കാണിച്ചു തരാം. നാളെയാണ് പെരുന്നാൾ. ഇന്ന് 30th അല്ലേ ഗോകു? April 30th ആണ് ഇന്ന്. നാളെ May 1st പള്ളിയിലെ പെരുന്നാൾ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം നാളെ. നമുക്ക് അമ്പലവും പള്ളിയൊക്കെ ഒരേ കണക്കാണ്. സോ എല്ലാം ആഘോഷിക്കും നമ്മൾ. അങ്ങനെയൊന്നും ഇല്ല. ഗോകുവിൻ്റെ ചേച്ചിക്ക് പനി. ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് വിളിച്ചപ്പോഴും അവർ വന്നില്ല. പള്ളിയിലെ പെരുന്നാളിന് വിളിച്ചു, അതിനും വരില്ല. അതാ ഇനിയിപ്പം ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് കാണാം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അവിടെയൊക്കെ പോണതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. വലിയ സംഭവമായിട്ടൊന്നും നമ്മുടെ വ്ളോഗിൽ കാണാനൊന്നും ഇല്ല എന്നറിയാമല്ലോ. ഞങ്ങളുടെ ഒരു എൻ്റെ കാശിക്കുട്ട് പറഞ്ഞിട്ടാ നമ്മുടെ ഒരു ദിവസത്തെ സന്തോഷം, അല്ലെങ്കിൽ എന്താ ചെറിയൊരു കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി ഗ്യാസൊക്കെ കൊടുത്തതിന് ശേഷം നേരെ പോരുന്നത് നമ്മുടെ ചിന്നക്കടയിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ബാങ്കിൽ കയറാനുണ്ട്. ഇതാണ് കേട്ടോ ചിന്നക്കട എന്ന് പറയുന്നത്. കൊല്ലത്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ചിന്നക്കടയിലെത്തി. ഇവിടെ ഒരു ബാങ്കിൽ കയറാനുണ്ട്. ഗ്യാസ് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാശിക്കോട്ട് ഇടയ്ക്ക് ഉറങ്ങിപ്പോയി കേട്ടോ. സോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഗ്യാസ് കൊണ്ട് കൊടുത്തു. ഇനി ബാങ്കിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് അമ്മേനെയും ചേച്ചീനെയൊക്കെ വിളിച്ചിട്ട് പള്ളിയിലൊന്ന് പോകണം. ഇത് വേറെ പള്ളി കേട്ടോ, നമ്മുടെ പെരുന്നാളുള്ള പള്ളിയല്ല. വേറൊരു പള്ളിയുണ്ട് കൊല്ലത്ത് തന്നെ, പ്രാക്കുളം സാമ്പ്രാണിക്കൊടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും സാമ്പ്രാണിക്കൊടി ഐസ്ലൻഡ്. അതിൻ്റെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട്. പള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല. ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. പേര് ഞാൻ മറന്നുപോയി. പള്ളി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം പള്ളിയുടെ പേരെന്ന് വന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിൽ വിളക്ക് കത്തിച്ചൊഴുക്കുക, അതാ ഒരു വിശ്വാസം, അവിടുത്തെ വിശ്വാസം. ചൊവ്വാഴ്ചയാണ് അവിടുത്തെ ഇത് വിശേഷ ദിവസം വരുന്നത്. നമുക്ക് ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച, ശിവൻ്റെ അമ്പലത്തിൽ ബുധനാഴ്ച, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവിടുത്തെ വിശേഷ ദിവസം വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പം ഇന്ന് അവിടെ അന്നദാനമുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് അന്നദാനം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ. അപ്പം അന്നദാനത്തിന് പോകണം. ഞാൻ ഇതിനാണ് കേട്ടോ മെയിനായിട്ട് പോണത്. എനിക്കിഷ്ടമാണ് അവിടുത്തെ ഫുഡ് കഴിക്കുന്നത്. അവിടുത്തെ നിന്നല്ല, എവിടെ അന്നദാനം ഉണ്ടെങ്കിലും പോകും. അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും, എവിടെയെങ്കിലും പോവും. അതുവഴി അല്ലായിരുന്നോ? അല്ല, അതുവഴി. അപ്പം നമ്മൾ ബാങ്കിൽ എത്താറായി. ഇനിയിപ്പോൾ ചെന്നിട്ട് പള്ളിയിൽ പോണേണ്ടത് കാണിച്ചു തരാമേ. ബാങ്കിൽ കയറുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എത്താറായി, ചിന്നക്കട എത്തി. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം.
ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് റിങ്ങാണ്. എൻഗേജ്മെൻറ്റിന് ഇട്ട ഇതല്ലായിരുന്നു കേട്ടോ, ഗോൾഡിൻ്റെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ചില ഞങ്ങൾ വണ്ണം വെച്ചപ്പോഴത്തേന് അത് ചെറുതായി, അപ്പം മാറ്റി വെച്ചേക്കുമായിരുന്നു. സംഭവം എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ഇത് പ്ലാറ്റിനത്തിലാണ് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് പറയുന്നത്. ജാടയാണ്, അഹങ്കാരമാണെന്ന് വിചാരിക്കേണ്ട. ദൈവം സഹായിച്ച് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലാറ്റിനത്തിൽ ഇതുപോലെ റിങ് ചെയ്യണമെന്നുള്ളത്. അതെന്തായാലും നടന്നു കിട്ടി, ദൈവം സഹായിച്ച് നടന്നു കിട്ടി. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാര്യം കുഞ്ഞുവെള്ളമുണ്ട്, ഭയങ്കര മെനക്കേറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി നമ്മുടെ കൊല്ലത്ത് കടവൂർ പള്ളി നമ്മളിവിടെ കോട്ടയത്ത് പള്ളിയിൽ നിന്നും കടവൂർ പള്ളിയിൽ നിന്നൊക്കെ പറയാറുണ്ട്, അവിടേക്കാണ് പോയത്. വൈകുന്നേരമാണ് കേട്ടോ. ഇന്നായിരുന്നു കൊടിയേറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടിയേറ്റമൊക്കെ കണ്ട് സാധനമൊക്കെ മേടിക്കാനായിട്ട് പോയാണ്. ഞാൻ അതിൻ്റെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു, കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെണ്ടമേളയും DJ-യും അതുപോലെ തന്നെ കമ്പവും കായൽപൂരമല്ല പൂരമൊക്കെ ഉണ്ടായിരുന്നു. സംഭവം നല്ല രസമായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് പള്ളിയിലെ പെരുന്നാളും. ആ ഒരു ലൈറ്റിങ് ആയാലും എല്ലാം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്കിവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. പള്ളിയിൽ നോയമ്പ് കഞ്ഞി കൊടുക്കുമല്ലോ, ആ സമയം ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ പോയി മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൽ ചോറ് കൊടുക്കുമ്പോഴായാലും പള്ളിയിൽ ചോറ് കൊടുക്കുമ്പോഴായാലും എല്ലാവരും പോകാറുണ്ട്. ഭയങ്കര എനിക്ക് ആ കാര്യത്തിൽ ഞങ്ങളുടെ നാടിനോട് എനിക്ക് ഭയങ്കര, കൊല്ലം ജില്ലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ജാതി മത വർഗ്ഗഭേദമന്യേ എല്ലാവരും ഒരുപോലെയാണ് നിൽക്കുന്നത്. ഓരോ ആഘോഷം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ അന്നദാനത്തിനായാലും അമ്പലത്തിൽ അന്നദാനത്തിനായാലും എല്ലാവരും ഒരുപോലെ വരും, ഒരുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നേർച്ച കൊടുക്കാറുണ്ട്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അഭിമാനത്തോടെ പറയും. കൊല്ലം എന്ന് പറയുമ്പോഴത്തേന് ഓരോ ന്യൂസൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, കൊല്ലത്ത് ഇന്നതുപോലെയാണ്, കൊല്ലം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേന് ഓരോ കമൻറ്റൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുകയോ, അങ്ങനെയൊന്നും അല്ലാത്തൊരു കൊല്ലവും ഉണ്ട്. ഒരുപാട് നല്ല ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു കൊല്ലവും ഉണ്ട് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എത്ര കൊല്ലക്കാരുണ്ട് എന്ന് എനിക്കറിയത്തില്ല, കുറേ പേരൊക്കെ ഉണ്ടെന്നറിയാം. എന്നാലും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പൊട്ട ആൾക്കാരുണ്ടാവും. അത് എല്ലാ ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. എന്നാലും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കൊല്ലം അങ്ങനെയാണ്, കൊല്ലം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് എൻ്റെ നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എവിടെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്. എനിക്കിവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ എനിക്കിഷ്ടമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഞാനത് പൊങ്ങി പറയുന്നതോ ജാടയടിക്കുന്നതോ ഒന്നുമല്ല. കൊല്ലത്തുള്ളവർക്കറിയാം. കൊല്ലത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കൂ കേട്ടോ. പിന്നെ കൊല്ലത്ത് നമ്മുടെ കടവൂർ പള്ളി ഒരുവിധം എല്ലാവർക്കും അറിയാം. കൊല്ലത്തുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും അവിടുത്തെ പെരുന്നാളും കാര്യങ്ങളും ഒക്കെ. പിന്നെ നമ്മുടെ കുരിശടിയിലെ ഇതുണ്ടായിരുന്നു, പെരുന്നാളായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. May 1 ഇന്നായിരുന്നു അവിടുത്തെ പെരുന്നാൾ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം എൻ്റെ ഫോണിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയി, ഫോൺ ഓഫായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അന്നേരമാണ് ഞാൻ ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് നേരെ പോയത് വോക്കാങ്ക്രിയിലുണ്ട്. കൊല്ലത്ത് തന്നെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഒരെണ്ണമാണ് വോക്കാങ്ക്രിയിൽ. സൂപ്പർ ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി ഫുഡാണ്. അത് ജാനിമോളാണ് കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ മോളാണ്. ബാക്കി ആരുടെയും വീഡിയോ എടുത്തില്ല. കാര്യം എൻ്റെ ചേട്ടത്തിന് എന്നുവെച്ചാൽ 2% എങ്ങാണ്ട് ഫോണിൽ ചാർജ് ഉണ്ടാകും. ആ സമയത്താണ് ചേച്ചി മോളിങ്ങനെ സ്പൂണിൽ ഫുഡ് വാരി കഴിക്കുന്നത്. അതായത് അവൾക്ക് 1.25 വയസ്സായിട്ടുള്ളൂ. അവൾ സ്പൂൺ കൊണ്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പം നമുക്കൊക്കെ ഒരു കൗതുകം. അതുകൊണ്ടിട്ട് ചേച്ചി എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അതുകൊണ്ടിട്ടാണ് വേറെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത് കേട്ടോ. ഇതാണ് വോക്കാങ്ക്രിലിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും പോയി ട്രൈ ചെയ്യണം. കുറച്ച് എക്സ്പെൻസാണ്, പക്ഷേ അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് അവിടുത്തെ ഷേസ്വാൻ ഫ്രൈഡ് റൈസ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇനി അങ്ങോട്ട് നമ്മളെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും നല്ല ചൂടാണ്. എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പം ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ രാത്രിയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ.